Good afternoon and welcome to Doctor's Cabin. Lifestyle diseases ഇപ്പോൾ കൂടി വരികയാണ്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ലിവർ ഡിസീസസ് ഒക്കെ ആണെങ്കിൽ കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ. എന്നാലും ഇന്നത്തെ ഡോക്ടേഴ്സ് ക്യാബിൻ ചർച്ച ചെയ്യുന്നത് ജീവിതശൈലിയും അതിനോടനുബന്ധിച്ച് വരുന്ന കരൾ രോഗങ്ങളുമാണ്. PVS ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ മാത്യു ഫിലിപ്പ് നമ്മളൊപ്പമുണ്ട്. വെൽക്കം ഡോക്ടർ, വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾക്കാരുടെ നമ്മുടെ കേരളീയരുടെ തന്നെ ജീവിതശൈലിയിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു. എല്ലാവരും ജോലിക്ക് പോകാൻ തുടങ്ങി, അങ്ങനെ ബിസിയായി. ഇപ്പം രോഗങ്ങളും അതോടൊപ്പം തന്നെ കൂടി വരികയാണ് അല്ലേ? അതേപ്പറ്റി ഒന്ന് പറയാമോ? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവിതത്തിൻ്റെ രീതിക്കനുസരിച്ച് ഉണ്ടാകുന്ന ഒരു രോഗങ്ങളാണ്. പണ്ട് പലപ്പോഴും നമുക്ക് ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ രോഗാണുക്കൾ മുഖാന്തരമുള്ള രോഗങ്ങളൊക്കെ ആയിരുന്നു സാധാരണയായിട്ട് കണ്ടിരുന്നത്. ഇപ്പോൾ അതിനെ മാറി നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം, പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ചില ക്യാൻസറുകൾ, കരൾ രോഗങ്ങൾ, ചില ഉദര രോഗങ്ങൾ, ഇതെല്ലാം ലൈഫ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണിത്. അത് ആഹാരത്തിൻ്റെയും പിന്നെ എക്സസൈസിൻ്റെ കുറവും പല കാരണങ്ങളാൽ ആണ് അതുണ്ടാകുന്നത്. ശരിക്കും നമ്മൾ വിളിച്ചു വരുത്തുന്നതാണ് ഈ രോഗങ്ങളെ അല്ലേ? ഇതൊരു മേജർ റിസ്ക് ആയിട്ട് തന്നെ അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും ഇതൊരു വലിയ ഹെവി റിസ്ക് ഫാക്ടറാണ്. WHO തന്നെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് അടുത്ത അനേക വർഷങ്ങളിലേക്ക് ഈ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഒരു പ്രധാന രോഗങ്ങൾക്ക് പ്രധാന കാരണങ്ങളായി തീരാൻ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ കൺട്രിയിൽ ഇന്ത്യയിലൊക്കെ നിങ്ങൾക്കറിയാം ഡയബറ്റീസൊക്കെ വളരെ സാധാരണയായി തീർന്നു. പിന്നെ പ്രഷർ വളരെ കൂടുതലാണ്, ഹാർട്ട് അറ്റാക്ക് കൂടുതലാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതശൈലി വ്യത്യാസം കൊണ്ടാണ്. ജീവിതശൈലി വ്യത്യാസം കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ കാണപ്പെടുന്നത് അവർക്ക് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാകുന്നതാണത്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഈ ജീവിതശൈലി ഡിസീസ് എന്ന് പറയുന്നത്. നമ്മൾ ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ എങ്ങനെയാണ് ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ? മുൻകാലങ്ങളിൽ ഇന്ത്യയിൽ ഒരു പ്രത്യേകിച്ച് ഒരു തേർഡ് വേൾഡ് കൺട്രി ആയിട്ട് കൺസിഡർ ചെയ്ത ദാരിദ്ര്യ രാജ്യമായിട്ടൊക്കെയാണ് നമ്മൾ ഇന്ത്യയെ കണ്ടിരുന്നത്. ആ സമയത്ത് ഇന്ത്യയിൽ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ വളരെ കുറവാണെന്നാണ് മനുഷ്യർ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വെസ്റ്റേൺ വേൾഡ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ പാശ്ചാത്യ രാജ്യങ്ങളെക്കാളും പല തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. കേരളത്തിൽ വളരെയധികം കൂടുതലാണ്. അതിന് ഇപ്പം ഡയബറ്റീസും അങ്ങനെ അതല്ലാതെ മറ്റെന്തൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് സാധാരണയായി കണ്ടുവരുന്നത്? ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ഏറ്റവും പ്രധാനമാണ്. പിന്നെ പ്രമേഹം, പിന്നെ കൊളസ്ട്രോളിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ഡിസ്ലൈപ്പിഡീമിയ, നമ്മുടെ ശരീരത്തിലെ ഫാറ്റിൻ്റെ അളവ് കൂടുക, ട്രൈഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുക, അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, ഹാർട്ട് ഡിസീസസ്, പിന്നെ ചില പ്രത്യേകം ക്യാൻസറുകളൊക്കെ ഇതുമായിട്ട് ഉണ്ടാകാം. ഈ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണമായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഉദര രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അതിനകത്ത് ഏറ്റവും പ്രധാനം കരൾ രോഗങ്ങളാണ്. വളരെ നേരത്തെ നമ്മൾ കരൾ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ മദ്യപാനമാണ് ഒരു പ്രധാന കാരണം. പിന്നീടുള്ളത് വൈറസിൻ്റെ രോഗങ്ങളാണ്. പിന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞിട്ട് കുട്ടികളിലൊക്കെ പ്രോട്ടീൻ, കലോറി, മാൽന്യൂട്രീഷൻ കൊണ്ടുള്ള ലിവർ ഡിസീസൊക്കെ ആയിരുന്നു. ഇപ്പോഴത് മാറിയിട്ട് അമിതമായ ആഹാരം കഴിപ്പിനും അല്ലെങ്കിൽ അമിതമായ വണ്ണം കൊണ്ടും ഉണ്ടാകുന്ന ഫാറ്റി ലിവറിനകത്ത് കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കരൾ രോഗങ്ങൾ ഇപ്പോൾ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്നതെന്ന്. പിന്നെ വേറെ ചില ഉദര രോഗങ്ങൾ, പ്രത്യേകിച്ച് കുടലിനകത്തുണ്ടാകുന്ന ചില ക്യാൻസറുകൾ, പ്രത്യേകിച്ച് കോളൻ ക്യാൻസർ, ഇതൊക്കെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ഒബീസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നീട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കുടലിലുണ്ടാകുന്ന വേറൊന്ന് പറഞ്ഞാൽ ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പലപ്പോഴും ഈ ജോലിയിൽ ഉള്ള സ്ട്രെസ്സ്, ജീവിതത്തിലുള്ള പല അതർ സ്ട്രെസ് ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേർന്ന് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം അല്ലെങ്കിൽ കുടലിൻ്റെ ചലനത്തിൻ്റെ വ്യത്യാസം, അത് ഇങ്ങനെ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ജോബ് ഉള്ള ആൾക്കാരിൽ കാണാറുണ്ട്. ഇപ്പോൾ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ലോകത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്, എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ആൽക്കഹോൾ. അപ്പോൾ ആൽക്കഹോൾ ലിവറിനെ വളരെയധികം രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാകുന്നതിൽ ആൽക്കഹോളിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും. ആൽക്കഹോളിൻ്റെ മദ്യപാനം എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഡ്രിങ്കിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ ഒരു തെറ്റായിട്ട് അത് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും അതൊരു ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ടാണ് പല ഫംഗ്ഷനിലും അത് കണ്ടുവരുന്നത്.
വളരെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ മദ്യപാനം കാണുന്നത് തന്നെ വളരെ വിരളമായിട്ടാണ് അങ്ങനെ കാണുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടു തന്നെ വളരുന്ന ആൾക്കാരാണ്. അന്നേരം മദ്യപാനം വളരെ സാധാരണയാണ്. മദ്യപാനം കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന പല രോഗങ്ങളിൽ ഒരു പ്രധാന രോഗമാണ് കരൾ സംബന്ധമായ രോഗങ്ങൾ. അതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പാണ് കരളിലുണ്ടാകുന്ന വ്യതിയാനമാണ് ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ലിവറിനകത്ത് ഉണ്ടാകുന്ന കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാകുന്ന പ്രക്രിയ. ഈ ഫാറ്റി ലിവർ ഉള്ള സ്റ്റേജിൽ നമ്മൾ മദ്യപാനം നിർത്തുവാണെങ്കിൽ ഒരു പക്ഷേ ഇത് തിരിച്ച് നോർമലാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. തുടർന്ന് മദ്യപിക്കുകയാണെങ്കിൽ ഈ ഫാറ്റി ലിവറിൽ നിന്നത് സിറോസിസിലോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ മഹോദരത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. മഹോദരം വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, സിറോസ് ലിവർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. വയറിനകത്ത് നീര് കെട്ടുക, രക്തം ഛർദ്ദിക്കുക, കാലേ നീര് വരിക, മഞ്ഞപ്പിത്തം വരിക. പിന്നീട് അവർക്കൊരു മാറ്റം ചിലപ്പം കിട്ടണമെന്നില്ല, അവർക്ക് പലപ്പോഴും കരൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. പിന്നെ ചില ആൾക്കാരിൽ ഈ കരളിനകത്ത് ട്യൂമർ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലിവർ ക്യാൻസർ വരെ ഈ സിറോസിസ് കൊണ്ടുണ്ടാകാം. കാരണം മദ്യപാനം ഒരു ലിമിറ്റില്ലാതെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരിൽ കരൾ രോഗങ്ങളുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫാറ്റി ലിവർ ഉള്ളപ്പോൾ തിരിച്ചു വരാം. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഹലോ, പറഞ്ഞോളൂ, ആരാണ്? ഞാൻ സിവി ജോസഫ് കോഴഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറിനോട് സംസാരിച്ചോളൂ. പറയൂ മിസ്റ്റർ ജോസഫ്, പറയൂ. സാറേ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ടിവിയുടെ വോളിയം കുറച്ച് വെക്കോ. എനിക്ക് 7 വർഷം മുമ്പ് വയറ്റില് ഇരണിയ ഓപ്പറേഷൻ നടത്തിയിരുന്നു. പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇരണിയ ഓപ്പറേഷൻ നടത്തിയിരുന്നു. ഇപ്പോൾ 7 വർഷമായി നടത്തിട്ടെ. ഇപ്പോൾ പുക്കിളിന്റെ അവിടെ പുക്കിളിനുള്ള ഇരണിയ ഓപ്പറേഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. അവിടെ ആ പുക്കിളിന്റെ അവിടെ എനിക്കൊരു തടിപ്പ് പോലെ വന്നിട്ട് കൂടുതലായിട്ട് ആഹാരം കഴിക്കാൻ വയ്യ, വയറങ്ങ് വീർത്ത് ഒരു മരവിപ്പിന്റെ ഒരു ലക്ഷണമാണ് അവിടെ കാണുന്നത്. ഇപ്പോഴ് പുക്കിളയിൽ കാണുന്ന തടിപ്പെന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന പോലുള്ള ഹിരണിയ പോലെ തടിപ്പുണ്ടോ, അതോ അത്രയും ഇല്ലേ? ചെറിയ തടിപ്പുണ്ട്, പുക്കിളിന് തൊട്ട് ചെറിയ ഒരു നെല്ലിക്ക പോലെ ചെറിയ തടിപ്പുണ്ട് ഇപ്പോൾ. ജോസഫ്, ഈ ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചുരുക്കം ചില ആൾക്കാർക്ക് വീണ്ടും അവിടെ ഹെർണിയ വരാം. ഒരു പക്ഷേ ഞാൻ അമൃത ഹോസ്പിറ്റലിൽ പോയി ഒന്ന് പരിശോധിച്ചായിരുന്നു 1 വർഷം 1.5 വർഷത്തിന് മുമ്പ്. അപ്പൊ എന്നോട് അവിടെ സ്കാനിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം പറഞ്ഞു ഇപ്പൊ ഓപ്പറേഷൻ ആവശ്യമില്ല, ഉണ്ട്. ഇപ്പൊ അവിടെ ഈ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. സാറേ, ഇത് കിടക്കുന്നത് അന്ന് ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഞരമ്പ് മസിൽസിന്റെ കട്ടിക്കൂടുകൊണ്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കിപ്പോൾ വളരെ ഡിസ്റ്റർബൻസ് ആയി. ഞാനത് എന്ത് ചെയ്യണമെന്ന് വിചാരിക്കണേ. ഞാൻ അതിന്റെ ഇടയിൽ ഒരു വലിയ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യാനൊക്കെ കുറെ വിഷമങ്ങളുണ്ട്. ഈ പറയുന്ന തടിപ്പ് പോലെയുള്ളത് ഹെർണിയ അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ജോസഫ് പറയുന്ന ബാക്കി സിംറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, വയറിന് വീർത്തുകെട്ടലും, ഇതെല്ലാം ഹെർണിയ കൊണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞല്ലോ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട. പിന്നീട് കൂടുതൽ വിഷമമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈസ് കൂടുവാണെങ്കിൽ വീണ്ടും ഒരു ഡോക്ടറോടെ കാണുക. എന്നിട്ട് അതിനകത്ത് ഹെർണിയ വല്ലതും ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രതിവിധികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. വയറിൻ്റെ ബാക്കിയുള്ള സിംറ്റംസ്, ഈ വയറ് വീർത്ത് കെട്ടുക അല്ലെങ്കിൽ വിമിഷ്ടം തോന്നുക, അതിനൊക്കെ ഒരു പക്ഷേ ഒരു ഉദര ഡോക്ടറെ കാണിച്ചിട്ട് അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ. താങ്ക്സ് ഫോർ കോളിംഗ്. മദ്യപാനം ലിവർ സിറോസിസിലേക്ക് ലീഡ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, നേരത്തെ പറഞ്ഞത് നമ്മൾ കഴിക്കുന്ന മദ്യത്തിൻ്റെ അളവാണ് അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ ഗ്രാം ആണ് ശരിക്കും നമുക്ക് ലിവറിന് എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കുമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. പലരും പറയാറുണ്ട് ഞാൻ ബിയർ മാത്രമേ കുടിക്കത്തുള്ളൂ, ഞാൻ വൈൻ മാത്രമേ കുടിക്കത്തുള്ളൂ. അതൊന്നും അർത്ഥമില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വൈനിനകത്ത് 10 മുതൽ 13% വരെ ആൽക്കഹോൾ കണ്ടൻ്റ് ഉണ്ട്. വിസ്കിക്കകത്താണെങ്കിൽ 35 to 40 ഗ്രാംസ് വരെ ആൽക്കഹോളുണ്ട്. പിന്നെ ബിയറിനകത്താണെങ്കിൽ 5% ഉണ്ട്. ടോഡിക്കകത്താണെങ്കിൽ 5 to 7% ഉണ്ടാകാം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു വലിയ ബോട്ടിൽ അല്ലെങ്കിൽ 600 ml 650 ml ബിയർ കഴിക്കുന്നതും 1-2 പെഗ് കഴിക്കുന്നതും തുല്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം ആൽക്കഹോളിൻ്റെ കണ്ടൻ്റാണ് പ്രാധാന്യം. പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലിവറിന് അസുഖം വരികയും ചെയ്യും. ഇതിൽ നിന്നുള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ നിർത്തലാക്കുക അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള പ്രതിവിധി. ഒരു സേഫ് ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിന് ഒരു സേഫ് ഡ്രിങ്കിങ് ലെവൽ ഒക്കെ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് പലപ്പോഴും. പക്ഷേ നമ്മൾ ഒരാഴ്ചയിൽ ഒരു 2 ഡ്രിങ്കിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അത് സേഫാന്ന് പറയാൻ പറ്റത്തില്ല, അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട്. നമുക്കൊരു കോളർ ഉണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നത്. ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഡോക്ടർ, ഹലോ പ്രമോദ്, പറഞ്ഞോ.
ഡോക്ടർ, ഞാൻ റീസെന്റ് ബേസിക്കലി ഒബേസിറ്റിയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ നേരത്തെ ഒരു കോളർ പറഞ്ഞ മാതിരി ഒരു ഹെർണിയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരുന്നു, അംബ്ലിക്കൽ ഹെർണിയ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പക്ഷെ ഇപ്പൊ ഈ അടുത്ത് ഒരു സ്കാൻ ചെയ്ത് നോക്കിയപ്പോ എന്റെ ലിവറിൽ ഫാറ്റി ലിവറിന്റെ ഒരു എന്താ പറയാ വളരെ കൂടുതലായിട്ട് കാണപ്പെട്ടു. ലൈക്ക് ഒരു 3rd grade ഫാറ്റി ലിവർ ആയിട്ട്. പക്ഷെ ഞാൻ എന്താ പറയാ ആൽക്കഹോളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല. ബട്ട് ഭക്ഷണം നന്നായി കഴിക്കുമായിരുന്നു. പക്ഷെ ഇതൊരു സീരിയസ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, ബോഡി വെയിറ്റ് എത്രയുണ്ട്? My height is around 181 centimeters. Body weight is 102 kilos. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒബീസ് ആണ്, അമിതവണ്ണമുള്ള ആളാണ്. അന്നേരം ഇതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ് താങ്കൾക്കുണ്ടായിരിക്കുന്നത് വളരെ നല്ല കാര്യം. താങ്കൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നില്ല പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഫാറ്റി ലിവറിൻ്റെ താങ്കളിൽ ഉണ്ടായിരിക്കുന്ന കാരണം ഒരു പക്ഷേ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിൽ ഫാറ്റിൻ്റെ അളവ് കൂടിയോണ്ടായിരിക്കാം ഇതുണ്ടായിരിക്കുന്നത്. താങ്കൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എക്സസൈസും ആഹാരം കൺട്രോളും ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ കൂടുതൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ലിവറിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് മനസ്സിലാക്കുക, ലിവറിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. അതിനകത്ത് ടെസ്റ്റിനകത്ത് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും മരുന്നുകൾ വേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന ഏറ്റവും നല്ല ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല ചികിത്സ ഫാറ്റി ലിവറിന് ആൽക്കഹോൾ അല്ല, വേറെ കാരണങ്ങളൊന്നും ഇല്ല എങ്കിൽ ശരീരത്തിൻ്റെ വണ്ണം മാത്രം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലും ഉണ്ടായ ഫാറ്റി ലിവറിന് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസും ഡയറ്റിനകത്തുള്ള മോഡിഫിക്കേഷനാണ് വേണ്ടുന്നത്. നമ്മൾ പിന്നെന്താ, തീർച്ചയായിട്ടും പറ്റും. നമ്മൾ താങ്കൾ പറഞ്ഞില്ലേ ഇപ്പം grade 3 ഫാറ്റ് ലിവറാന്ന് പറഞ്ഞാൽ grade 3 ആണെങ്കിൽ പോലും അതിൻ്റെ വറി അടിക്കാനും വേണ്ട. നമ്മളെ ബോഡി വെയ്റ്റ് ഇപ്പോൾ ഐഡിയൽ ബോഡി വെയ്റ്റ് കൊണ്ടുവന്നില്ല എങ്കിൽ പോലും കുറേയെങ്കിലും ബോഡി വെയ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വ്യത്യാസം കാണാൻ പറ്റും. നമ്മൾ പലപ്പോഴും പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കിയിട്ട് അവരുടെ ബോഡി വെയ്റ്റ് കുറയുമ്പോൾ അവർ ഐഡിയൽ വെയ്റ്റിൽ എത്തിക്കാണില്ല, എന്നാൽ തന്നെ കുറച്ച് ബോഡി വെയ്റ്റ് കുറയുമ്പോൾ തന്നെ അവരുടെ ലിവർ ഫംഗ്ഷൻ ബെറ്റർ ആവുന്ന നമ്മൾ വളരെ സാധാരണയായിട്ട് കാണാറുണ്ട്. പിന്നെ ഏതെങ്കിലും എന്നോട് അസോസിയേറ്റ് ആയിട്ട് ഇതുവരെ എനിക്കൊരു ഡയബറ്റിക് ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ റീസെന്റ് ഇപ്പോൾ ഈ സ്കാനിങ് എല്ലാം ചെയ്ത സമയത്ത് തന്നെ ഈ ഡയബറ്റിക് ഇതിന്റെ സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ എന്താ പറയാ ഇപ്പൊ ഡയബറ്റിക് ആണെന്നുള്ളത്. ഇതിൽ തുടക്കം. പ്രമോദിന് എത്ര വയസ്സുണ്ട് ഇപ്പം? ഇപ്പോ 41. പ്രമോദിന് പ്രോബബ്ലി മെറ്റബോളിക് സിൻഡ്രോം എന്നൊരു അസുഖം നല്ല സാധ്യതയുണ്ട്. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒബീസിറ്റി, അതിൻ്റെ കൂടെ ഫാറ്റി ലിവർ വരാം. പിന്നെ ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബാക്കി പ്രോബ്ലംസ് ബ്ലഡ് ഷുഗർ കൂടുക, ഡയബറ്റിസ്, പ്രഷർ കൂടുക, ഹൈപ്പർ ടെൻഷൻ, പിന്നെ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ട്രൈഗ്ലിസൈഡ്സ് കൂടുക, ഗുഡ് കൊളസ്ട്രോൾ HDL കുറയുക, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉള്ളവരെ നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയാം. ഇപ്പം ഓൾറെഡി നിങ്ങൾക്ക് 2 കാരണങ്ങൾ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി. ഒന്ന് ഒബീസിറ്റി ഉണ്ട്, 2 ഡയബറ്റിസ് ഉണ്ട്. തീർച്ചയായിട്ടും പ്രഷർ നോക്കുക, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ട്രൈഗ്ലിസൈഡ് ഫാറ്റ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ, ഗുഡ് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസൈഡ് എല്ലാ ലെവലും നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ നോക്കിയിരിക്കണം. തൈറോയിഡിൻ്റെ ലെവൽ അബ്നോർമൽ ആയാലും താങ്കൾക്ക് വണ്ണം കൂടുകയും ചെയ്യാം. ഇങ്ങനെയുള്ള ബാക്കി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് താനും. ഇതെല്ലാം ഒരു ഡോക്ടറെ കണ്ട് തീർച്ചയായിട്ടും ചെക്കപ്പ് നടത്തി ജീവിതത്തിൽ വളരെ വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ ബോഡി വെയ്റ്റ് കുറയ്ക്കുകയും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ മോഡിഫൈ ചെയ്തിട്ട് എക്സസൈസും ഡയറ്റും ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യുന്ന യാതൊരു സംശയമില്ല. താങ്ക്സ് ഫോർ കോളിംഗ്. ഇപ്പം മുമ്പത്തെ കോളർ പറഞ്ഞ പോലെ തന്നെ ഒബീസിറ്റി വലിയ ഒരു പ്രശ്നമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. നമ്മൾ കേരളത്തിൽ നോക്കുകയാണ് എങ്ങനെയാണ് കൂടുതൽ ആൾക്കാരിൽ ഇപ്പം ഒബീസായിട്ട് കാണുന്നുണ്ടോ? യങ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഉള്ളത്. ഒബീസിറ്റി കേരളത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ആൾക്കാർ ട്രങ്കൽ ഒബീസിറ്റിയാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഭാഗത്താണ് ഇവർക്ക് ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ വണ്ണം കൂടുതലായിട്ട് കാണുന്നത്, വെയിസ്റ്റ് ലൈൻ കൂടി വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ ഫാറ്റ് ലിവറും ബാക്കി ഡയബറ്റീസും അങ്ങനെ രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. പക്ഷേ ഏഷ്യൻ ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കാണുന്ന ഒബീസിറ്റി അമിതവണ്ണം പലപ്പോഴും വയറിലാണ് കൂടുതൽ കാണുന്നത്. നമ്മൾ വളരെ കാണാറുണ്ടല്ലോ, കുടവയറുള്ള ആൾക്കാരെ വളരെ സാധാരണ കാണുന്നതാണ്. അന്നേരം ഈ കേരളത്തിലുള്ള നമ്മുടെ ജീവിതശൈലിയുടെയും ഒരു പക്ഷേ അതൊക്കെയുള്ള കാരണങ്ങളായിട്ടാണ് ഇതുണ്ടായിരിക്കുന്നതിൻ്റെ കാരണം. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് യങ്സ്റ്റേഴ്സിലും ഈ ഒബീസിറ്റി പ്രത്യേകിച്ച് കൂടുതലാണ്. പ്രത്യേകിച്ചും കുടവയറുള്ള യങ്സ്റ്റേഴ്സിനെ വളരെ സാധാരണയായിട്ട് ഇപ്പം കാണാറുണ്ട്. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ മാറ്റം കൊണ്ട് മാത്രം ഉണ്ടായൊരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞോ. ഹലോ, പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം കുറച്ച് വെക്കുവോ? ഹലോ, ടിവിയുടെ വോളിയം കുറച്ച് വെക്കുവോ? ഇല്ല, ഫുൾ കുറച്ചിരിക്കുകയാണ്. ഓക്കെ, സംസാരിച്ചോളൂ.
ഹലോ ഡോക്ടർ. പറഞ്ഞോ. ഹലോ. യെസ്, കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോ. പ്രമോദ ഡോക്ടറെ. ഡോക്ടറിന്റെ ഒരു പേഷ്യന്റ് ആയിരുന്നു, ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാണ്. തിരുവല്ലയിൽ നിന്ന് വിളിക്കുക. എന്തുകൊണ്ട് പ്രമോദ്, എങ്ങനെയുണ്ട്? ഹൗ ആർ യു നൗ? ഫൈൻ. കാഷ്വൽ ആയിട്ടാണ് ഡോക്ടറിന്റെ ഈ പ്രോഗ്രാം കണ്ടപ്പോ വിളിച്ചതാണ്. ഓക്കെ. അപ്പൊ എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ വിളിച്ച ഡോക്ടർ, എന്റെ ഈ ഷുഗർ രാവിലത്തെ മാത്രം ഒരു 180 ഒക്കെ ചിലപ്പോ കാണിക്കുന്നുണ്ട്. അതിന് കുഴപ്പമുണ്ടോ? ഷുഗറിന് മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ഡയബറ്റോഫൈൻ കഴിക്കുന്നുണ്ട്. അത് നമ്മൾ പിന്നെ ഡയബറ്റീസിന് ഡോക്ടറെ കണ്ടിട്ട് രാത്രിയിലത്തെ ഡോസോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഡോസോ ഒന്ന് ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ നൈറ്റിലുള്ള ഫുഡിന്റെ കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ടി വരും. അത് എനിക്ക് ഒരാൾ എന്നോട് പറഞ്ഞു, ഡോക്ടറുടെ സംശയം, ഞാൻ ഫുഡ് നൈറ്റ് കടയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ 9:30 കഴിച്ചിട്ട് 10 മണിയാകുമ്പോൾ കിടക്കും. അത് കണ്ട ദോഷം ഉണ്ടാവുമോ? ഇല്ല, അതിനകത്ത് ദോഷം ഉണ്ടായിട്ടല്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവും എടുക്കുന്ന ഇൻസുലിന്റെ ഡോസും ഒക്കെ നിശ്ചയിച്ചാണല്ലോ ഉണ്ടാവുന്നത്. എന്നിട്ട് എന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കൺട്രോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു എക്സസൈസ് ചെയ്ത് നോക്കൂ. എക്സസൈസ് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. ബോഡി വെയിറ്റ് കൂടാതെ നോക്കൂ. പ്രമോദ, 2 കാരണത്താലാണ് ഏർലി മോർണിംഗിൽ ഷുഗർ കൂടുന്നത്. ഒന്ന്, നമ്മുടെ ഷുഗർ കൺട്രോൾ ആവുന്നില്ല എന്നുള്ള കാരണത്താൽ. 2, നമുക്ക് നൈറ്റിനകത്ത് ഷുഗർ വല്ലാണ്ട് കുറഞ്ഞു പോയാലും ഈ കൗണ്ടർ ഹോർമോൺസ് മുഖാന്തരം ഷുഗറിന്റെ അളവ് മോർണിംഗിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അന്നേരം അതിനൊരു ഡോക്ടറെ കണ്ട് ഡോസ് നിശ്ചയിക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത്. ഓക്കെ, ഏതായാലും വേറെ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. താങ്ക് യു. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒബീസിറ്റി, ഫാറ്റി ലിവർ ഒക്കെ നോക്കിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ എന്തായിരിക്കാം മെഡിക്കൽ ഓപ്ഷൻസ്? അല്ലാതെ മെഡിക്കൽ ഓപ്ഷൻസ് ഇല്ലാതെ ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് കൊണ്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമോ? പൂർണ്ണമായിട്ട് ചിലപ്പം വിഷമമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നല്ലൊരു രീതിയിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസീസിന് നമ്മുടെ ലൈഫിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ എക്സസൈസ് ചെയ്യാൻ സമയം കണ്ടെത്തിയേ പറ്റൂ. ഒന്ന്, ആഹാരത്തിനകത്തുള്ള ചേഞ്ചസ് വരുത്തിയേ പറ്റൂ. ആഹാരത്തിനകത്ത് ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കഴിക്കുന്നതിനകത്ത് ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കുക. കൊഴുപ്പിൻ്റെ അളവുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക. സ്റ്റാർച്ച് അല്ലെങ്കിൽ പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ റൈസ്, അങ്ങനെയുള്ള സാധനത്തിൻ്റെ അളവ് കുറയ്ക്കുക. പ്രോട്ടീൻസ് ശരിക്കും വലിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. ബട്ട് പ്രോട്ടീൻസിൻ്റെ കൂട്ടത്തിൽ പലപ്പോഴും ഫാറ്റും കാണും. ഫോർ എക്സാമ്പിൾ മീറ്റൊക്കെ കഴിക്കുമ്പോൾ പലപ്പോഴും ഫാറ്റും അതിനകത്തുണ്ടാകും. അതുപോലെ റെഡ് മീറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കുറച്ചിട്ട് വറപൊരി സാധനങ്ങളൊക്കെ കുറയ്ക്കുക. എക്സ്ട്രാ ബേക്കറി ഐറ്റംസ് കുറയ്ക്കുക. ഷോർട്ട് ഈറ്റ്സ് ഒക്കെ കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ മനഃപൂർവ്വം നമ്മൾ എത്ര കാലറീസ് കഴിക്കുന്നു എന്ന് അത് നമ്മൾ നല്ല ബോധ്യപ്പെട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക. ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കാണുക, ഒരു ഡയറ്റീഷ്യനെ കാണുക. എന്നിട്ട് നമ്മുടെ ആഹാരത്തിന് നല്ല ചേഞ്ച് വരുത്തുക. നല്ല ഒബീസിറ്റി ഉള്ള ആൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ എക്സസൈസ് നല്ലോണം ചെയ്യുക. മിനിമം നമ്മളെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുകയാണെങ്കിൽ മിനിമം 30 മിനിറ്റ് ഒരു ദിവസം എക്സസൈസ് ചെയ്യണം. മിനിമം 45 മിനിറ്റ്സ് ആണ് റെക്കമെൻഡേഷൻ. പക്ഷേ 30 മിനിറ്റ് എങ്കിലും നമ്മൾ ചെയ്യുക. ഒരാഴ്ചയിൽ 200 മിനിറ്റെങ്കിലും ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് അമിത വണ്ണമുള്ള ഒരാൾക്ക് വണ്ണം കുറയുന്നില്ല എന്ന് വിചാരിച്ചോളൂ. നമ്മളൊരു 3 to 6 months എങ്കിലും വെയിറ്റ് ചെയ്യണം, ഈ വ്യത്യാസം ഉണ്ടോ എന്ന് അറിയണം. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ ഡോക്ടറുടെ സഹായം തേടണം. നമുക്ക് തിരിച്ചു വരാൻ ഒരു കോളർ ഉണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഹലോ, ഇത് നസീറാണ്, തൃശ്ശൂരിൽ നിന്ന് സംസാരിക്കുന്നത്. ഡോക്ടർ സംസാരിച്ചോളൂ. പറഞ്ഞോ നസീർ. ഹലോ നസീർ, പറഞ്ഞോളൂ. ഹലോ ഹലോ, പറഞ്ഞോളൂ. നസീർ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇപ്പൊ ഷുഗർ 240 ഉണ്ട്. ഓക്കെ. ആഹാരം കഴിഞ്ഞിട്ടോ ആഹാരം കഴിക്കാതോ? ആഹാരം കഴിച്ചിട്ട്. ആഹാരം കഴിഞ്ഞ് 240. ഓക്കെ. എന്ത് മരുന്നാണ് ഉപയോഗിക്കുന്നത്? ഞാന് മരുന്നിപ്പോ പിന്നെ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഈ ഇലകളാണ് കൂടുതൽ ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മരുന്ന് ഉപയോഗിച്ചിട്ട്. താങ്കളുടെ ശരീരഭാരം എത്രയുണ്ട്? താങ്കളുടെ ബോഡി വെയിറ്റ് എത്രയുണ്ട്? ശരീരഭാരം 57. ഹൈറ്റ്? ഉയരം അറിയോ? ഹൈറ്റ് 5'7". സാരമില്ല. താങ്കൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഷുഗർ കൂടുതലാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് ആഹാരത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യുക. എന്നിട്ടൊരു ഈ ഇലതീറ്റയൊക്കെ നിർത്തിയിട്ട് ഒരു ഡോക്ടറെ പോയി കാണുക. അദ്ദേഹത്തോട് നോക്കിയിട്ട് ഷുഗർ ഫാസ്റ്റിംഗ് ആയിട്ടും ആഹാരം കഴിഞ്ഞിട്ടും HbA1c കഴിഞ്ഞ 3 മാസം നമ്മുടെ ഷുഗർ എങ്ങനെയുണ്ടായിരുന്നത് മനസ്സിലാക്കുക.
പിന്നെ ഈ ഷുഗറിൻ്റെ കാരണം ഉണ്ടാവാൻ എന്തെങ്കിലും കാരണങ്ങളൊന്നും കണ്ടുപിടിക്കുക. പലപ്പോഴും കേരളത്തിലെ ഷുഗറിൻ്റെ പല രോഗികൾക്കും നമ്മൾ പാങ്ക്രിയാസിനകത്ത കല്ലുകളായിരിക്കും പലപ്പോഴും ഈ ഡയബറ്റീസിൻ്റെ കാരണം. അന്നേരം ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. ഒരു കാരണം മജോറിറ്റി ആ കാരണമെന്നല്ല ഞാൻ പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് ഒരു കാരണമാണ് കേരളത്തിലുള്ള ആൾക്കാർക്ക് പാങ്ക്രിയാസിനകത്ത് കല്ലിൻ്റെ കൊണ്ട് ഡയബറ്റീസ് ഉണ്ടാകാം. ഇതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് ഷുഗറിനെ കൺട്രോൾ ചെയ്യുക. പച്ചില മാത്രം തിന്ന് നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് അവരുടെ അഭിപ്രായം വാങ്ങുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചികിത്സ എടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഇപ്പോൾ എക്സസൈസും കാര്യങ്ങളും കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാൾ മെഡിക്കൽ സപ്പോർട്ട് എടുക്കണമെന്നല്ലേ പറഞ്ഞു. എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് അവൈലബിൾ? ഈ ഒബിസിറ്റിക്കുള്ള അല്ലെങ്കിൽ അമിതവണ്ണത്തിനുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ചില മരുന്നുകളുണ്ട്. പക്ഷേ അത്ര നല്ലത്, അത്ര ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റോ അല്ലെങ്കിൽ അത്ര പ്രയോജനകരമായിട്ട് നമ്മൾ കാണാറില്ല. രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് വ്യത്യാസം നമ്മൾ കണ്ടുള്ളത്. ഒന്ന് ബലൂൺ തെറാപ്പി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പിനകത്തൊരു നമ്മൾ സ്റ്റൊമക്കിനകത്തൊരു ബലൂൺ ഇട്ട് കൊടുക്കും. അതുപോലെ ബലൂൺ ഇടുമ്പോഴത്തേക്ക് ആമാശയത്തിൽ നമ്മൾ നല്ല സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ആമാശയത്തിൻ്റെ സ്ഥലം വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. കഴിക്കുന്ന ആഹാരം വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. കാലക്രമേണ ഒരു ബോഡിയായിട്ട് അഡ്ജസ്റ്റ് ആയി 1 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ബലൂൺ എടുത്ത് കളയും. എന്നിരുന്നാലും പല ആൾക്കാരും ഈ ജീവിതശൈലിയും ആഹാര പ്രക്രിയയോട് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൻ്റെ കൂട്ടത്തിൽ എക്സസൈസും തുടരാൻ പറയും. അതിൽ ഫലിക്കാത്ത അല്ലെങ്കിൽ വളരെ അമിതവണ്ണമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ബലൂൺ തെറാപ്പി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ബാരിയാട്രിക് സർജറി ഉണ്ട്. ബാരിയാട്രിക് സർജറി എന്ന് പറഞ്ഞാൽ വണ്ണം കൂടിയ ആൾക്കാർക്ക് ആമാശയത്തിനകത്ത് ചെയ്യുന്ന സർജറിയാണ് ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നത്. അത് കീ ഹോളിൽ കൂടെയാണ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എന്നാൽ നല്ല റിസൾട്ടാണ് അതിന്. അത് ആമാശയത്തിൻ്റെ പലതരം സർജറി ഉണ്ട്. ആമാശയത്തിൻ്റെ ഒരു ഭാഗം നമ്മളെടുത്ത് കളയും. അന്നേരം ആമാശയത്തിനകത്ത് ഉൾക്കൊള്ളുന്ന ആഹാരത്തിൻ്റെ അളവ് കുറവായിരിക്കും. ഇതിന് വളരെ വണ്ണം കുറയ്ക്കുക മാത്രമല്ല, പ്രമേഹം ഉള്ളവർക്കും വളരെ മാറ്റം കാണാറുണ്ട്. ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ് ലിവർ ഉള്ളവർക്ക് വ്യത്യാസം ഉണ്ടാകാറുണ്ട്. കൊളസ്ട്രോളിൻ്റെ അസുഖമുള്ളവരുടെ വ്യത്യാസം കാണാറുണ്ട്. ഇതെല്ലാം അമിത വണ്ണം ഉള്ളവർക്കേ ചെയ്യത്തുള്ളൂ നമ്മൾ. അതിൻ്റെ കൂട്ടത്തിൽ പ്രഷറിൻ്റെ അളവ് കുറയുന്നത് കാണാം. അന്നേരം ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം മുഖാന്തരം ഉണ്ടാകുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും ഈ ഓപ്പറേഷൻ കൊണ്ട് മാറ്റം കിട്ടുന്നത് കാണാൻ പറ്റും. ഇത് വളരെ സാധാരണമായിട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ്. പല ആശുപത്രിയിലും ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. കീ ഹോളിൽ കൂടെ ചെയ്യാവുന്ന ഒരു ഓപ്പറേഷനാണിത്. ഇപ്പം കൂടുതലും IT പ്രൊഫഷണൽസ് അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ രോഗങ്ങൾ കൂടുതലും നമ്മളിപ്പോഴും കാണുന്ന പറഞ്ഞാൽ ഈ IT പ്രൊഫഷണൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ വൈറ്റ് കോളർ ജോബ് എല്ലാം പലപ്പോഴും ഒരു എക്സസൈസ് സാധാരണ അവർക്കില്ല. പിന്നെ ആഹാരം എന്ന് പറഞ്ഞാൽ വളരെ ഇറഗുലറാണ്. ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, ലഞ്ച് സ്കിപ്പ് ചെയ്യും, നൈറ്റിൽ ഹെവി ആയിട്ടും കഴിക്കും. ആൻഡ് മെനി പീപ്പിൾ ഹാവ് ദ ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് ആൽക്കഹോൾ ഓൾസോ. ആൻഡ് അബ്സല്യൂട്ട്ലി നോ എക്സസൈസ്. ഒരേ സമയത്ത് അനേക മണിക്കൂറുകൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇതും ജോലി ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ അവർക്കൊരു മാറ്റം ആവശ്യമാണ്. അവർക്ക് ദേ ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്. അവരെ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് അവരുടെ ബോഡിയെ നോക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുകയും അവർ എക്സസൈസ് ചെയ്യുകയും ആഹാരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ചെയ്യുകയും ഈ ഫാസ്റ്റ് ഫുഡും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷോർട്ട് ഈറ്റ്സ് ഒക്കെ കുറച്ചിട്ട് അവർ ശരിയായ സമയത്ത് കറക്റ്റായ രീതിയിൽ ആഡിക്വേറ്റ് കാലറീസ് ഉള്ള ആഹാരങ്ങൾ കഴിച്ചിട്ട് പിന്നെ വണ്ണമുള്ള ആൾക്കാർ ഒന്ന് ചൂസ് ചെയ്യണം എന്ത് ആഹാരം കഴിക്കണം എന്നുള്ളത്. നമുക്കൊരു കോളർ ഉണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഹലോ, ആരാണ് വിളിക്കുന്നത്? രാജു. ഡോക്ടറിനോട് സംസാരിച്ചോളൂ. മിസ്റ്റർ രാജു പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്. ടിവിയുടെ വോളിയം കുറച്ച് വയ്ക്കോ. പറഞ്ഞോ. ഹെപ്പറ്റൈറ്റിസ് ബി അറിഞ്ഞിട്ട് എത്ര നാളായി? തുടങ്ങിയിട്ട് 2 കൊല്ലമായി കണ്ടിട്ട്. 2 കൊല്ലമായി. എന്നിട്ട് അതിനു വേണ്ടി എന്തെങ്കിലും ചികിത്സ എടുത്തോ? ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട്. എന്നാലും അതിന്റെ വയറൊക്കെ ഇങ്ങനെ കൂടിയും കുറഞ്ഞു നിൽക്കണം. ഇടയ്ക്ക് കൂടും ഇടയ്ക്ക് കുറയുകയും ചെയ്യും. അപ്പൊ ഇഞ്ചക്ഷൻ അങ്ങനെ എന്തെങ്കിലും മരുന്നുണ്ടോ? ഹെപ്പറ്റൈറ്റിസ് ബിയെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതൊരു വൈറസ് ആണെന്ന് അറിയാമല്ലോ. അത് ലിവറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഈ ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ച ആൾക്കാരിൽ നമ്മൾക്ക് ലിവറിന് സ്ഥായിയായിട്ടുള്ള തകരാറുണ്ടാകാം. സിറോസിസും മഹോദരവും അല്ലെങ്കിൽ ലിവർ ക്യാൻസറും ഒക്കെ ഉണ്ടാകും. നമ്മൾ ഈ ട്രീറ്റ് ചെയ്യുന്ന മെയിൻലി ഹെപ്പറ്റൈറ്റിസ് ബിയുടെ DNA എന്ന് പറഞ്ഞ വൈറസിൻ്റെ പാർട്ടിക്കിളിൻ്റെ അളവ് കുറയ്ക്കുക. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാതെയും സിറോസ് ഉണ്ടാക്കാതെയും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അതിൻ്റെ ഒരു ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്, HPCG, അത് നെഗറ്റീവ് ആക്കുമെന്നുള്ളതല്ല നമ്മുടെ പല ചികിത്സയുടെയും പിന്നെ ഉദ്ദേശം. പലപ്പോഴും നമുക്ക് സാധിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ DNA കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന് അല്ലെങ്കിൽ ലിവറിന് ഉണ്ടാകുന്ന കേടുകൾ തീർച്ചയായിട്ടും കുറയ്ക്കാം. DNA നെഗറ്റീവായി അനേക വർഷങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ HPCG അല്ലെങ്കിൽ ആ ഇനിഷ്യൽ ടെസ്റ്റും നെഗറ്റീവ് ആവും. നമുക്കൊരു പൂർണ്ണ പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യാം. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ള ഫലപ്രദമായ ചികിത്സയുണ്ട്. തീർച്ചയായിട്ടും ചികിത്സിക്കണം. ചികിത്സ വേണോ വേണോ എന്നുള്ള എല്ലാവരെയും നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ചികിത്സ വേണോ വേണോ എന്നുള്ളത് ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് അല്ലെങ്കിൽ ഹെപ്പറ്റോളജിസ്റ്റ് ഉദര ഡോക്ടറെ പോയി കണ്ടിട്ട് അതിനുള്ള പരിശോധന നടത്തി രോഗം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം പ്രത്യേക ആൻറ്റിവൈറൽ മരുന്നുകൾ അതിന് ആവശ്യമുണ്ട്.
ഉണ്ടെങ്കിൽ അത് കഴിക്കുക. തീർച്ചയായിട്ടും പ്രയോജനം കിട്ടും. 1-2 ദിവസം കൊണ്ടോ ഒന്നും മാറ്റം കിട്ടത്തില്ല. അനേക വർഷങ്ങളെടുത്ത് അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും കിട്ടും. താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. എന്തായാലും നമ്മുടെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ തന്നെ ആൾക്കാർ കുറച്ച് അവെയർ ആയിരുന്നെങ്കിൽ, നമ്മുടെ ഭക്ഷണത്തിലും കാര്യത്തിലൊക്കെ കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഈ രോഗങ്ങളൊക്കെ തടയാൻ സാധിക്കും. എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടേഴ്സ് ക്യാബിനിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ ഡോക്ടേഴ്സ് ക്യാബിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്റ്റേ ഹെൽതി.